AVR input output programming in C. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൻ്റെ പ്രോഗ്രാമിംഗ് AVR C ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ഓർഡർ ടു ഡിസ്കസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാമിംഗ് വി ഷുഡ് നോ അബൌട്ട് ദ 3 മെയിൻ ഇൻസ്ട്രക്ഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൻ്റെ പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്യുന്ന 3 മെയിൻ ഇൻസ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ ദ ഫസ്റ്റ് വൺ ഈസ് DDR. DDR എന്ന് പറയുന്നത് നമ്മൾ ടൈം ഡിലേ പ്രോഗ്രാമിംഗ് ഡിസ്കസ് ചെയ്ത ടൈമിൽ അവിടെ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. DDR സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ. പേര് സെയിം ലെറ്റേഴ്സ് വൈസ് ആലോചിച്ചാൽ മതി. DDR എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ. And this instruction is mainly used to make a port an input or output port. നമ്മൾ ഈ ഒരു യൂസ് ചെയ്യുന്ന പോർട്ടിനെ ഇൻപുട്ട് ആയിട്ടാണോ അത് ഔട്ട്പുട്ട് ആയിട്ടാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മെൻഷൻ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സപ്പോസ് നമുക്കിപ്പോൾ ഒരു പോർട്ടിനെ ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിലേക്ക് ഏറ്റവും മാക്സിമം വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ടു മേക്ക് എ പോർട്ട് ഔട്ട്പുട്ട് വി റൈറ്റ് വൺസ് ടു ദ DDRX രജിസ്റ്റർ. DDRX രജിസ്റ്ററിലേക്ക് ഫുൾ വൺസ് ആയിട്ടുള്ള ഏറ്റവും മാക്സിമം വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ പോർട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അതല്ല അതിലേക്ക് നമ്മൾ ഏറ്റവും ലോ വാല്യൂ അതായത് ഫുൾ സീറോസ് അതാണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് പോർട്ട് വിൽ ആക്ട് ആസ് എൻ ഇൻപുട്ട് പോർട്ട്. സോ DDRX instruction is mainly used to determine whether a port is acting as an input or output port in our program. അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ is PIN-X. PIN-X register is used to read the data present at the pins. ഏതെങ്കിലും ഒരു പോർട്ടിൻ്റെ പിൻസിലുള്ള ഡാറ്റേനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് PIN-X രജിസ്റ്റർ. ദെൻ ദ തേർഡ് വൺ ഈസ് PORT-X. PORT-X. ദിസ് ഈസ് യൂസ് ടു റൈറ്റ് എനി ഡാറ്റ ഇൻ ടു ദ രജിസ്റ്റർ. ഒരു രജിസ്റ്ററിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഡാറ്റേനെ റൈറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ ഇൻസ്ട്രക്ഷൻ PORT-X. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് DDRX, ദെൻ PIN-X, ദെൻ PORT-X. ദീസ് ആർ ദ 3 മെയിൻ ഇൻസ്ട്രക്ഷൻസ്. സോ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 പ്രോഗ്രാംസിലും ഈ 3 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസേജ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് program. LEDs are connected to pins of port B. Write an AVR C program that shows the count from 0 to FFH on the LEDs. ഇവിടെ പോർട്ട് ബി എന്ന് പറഞ്ഞാൽ ഒരു 8-bit പോർട്ടാണ്. ആ പോർട്ടിൻ്റെ എല്ലാ പിൻസിലും നമ്മൾ LEDs കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ LEDസിൽ നമുക്ക് 0 തൊട്ട് FFH വരെയുള്ള കൗണ്ട്സ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇൻക്ലൂഡ് AVR IO.H. നമുക്കറിയാം C ലാംഗ്വേജിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമിനും ഒരു ഹെഡർ ഫയൽ കൊടുക്കാറുണ്ട് അല്ലേ. സോ ആ ഒരു AVRൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ഹെഡർ ഫയലാണ് ഈ AVR bar.io.h എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാ പ്രോഗ്രാംസിലും ഇനി കാണും. സോ ഇൻക്ലൂഡ് AVR bar.io.h is the standard AVR header file. ദെൻ ഇൻറ്റ് മെയിൻ വോയിഡ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും റിട്ടേൺ ചെയ്യാത്ത ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇൻറ്റ് മെയിൻ വോയിഡ് എന്നുള്ള കേളി ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തുന്നേ ഉള്ളൂ. ദെൻ നമ്മൾ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ സ്റ്റാർട്ടിങ് ദ ഓപ്പൺ കേളി ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ DDRB is equal to 0xFF. സോ ക്വസ്റ്റ്യൻ കേട്ടാൽ തന്നെ നമുക്കറിയാം പോർട്ട് ബി എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ. പോർട്ട് ബിയിലുള്ള പിൻസിൻ്റെ അക്രോസ് ആണല്ലോ LEDs ഉള്ളത്. സോ പോർട്ട് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് വേണ്ടത്. അതിന് ഔട്ട്പുട്ട് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DDRB is equal to 0xFF എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഫുൾ വൺസ് ആയിട്ടുള്ള ഏറ്റവും മാക്സിമം വാല്യൂ ആണ് നമ്മൾ അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോർട്ട് ബി എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ വൈൽ
വൈൽ വൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പാണ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വി ആർ എൻറ്ററിങ് ഇൻ ടു എ ഇൻഫൈനൈറ്റ് ലൂപ്പ് വേർ പോർട്ട് ബി ഈസ് ഈക്വൽ ടു പോർട്ട് ബി പ്ലസ് 1. അവിടെ നമ്മൾ ചെയ്യുന്നത് പോർട്ട് ബിയിലുള്ള കണ്ടൻറ്റിനെ നമ്മൾ ഓരോന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് വരിക. കാരണം അതൊരു 8-bit പോർട്ടാണ്. സോ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബ്രാക്കറ്റിൽ കാണുന്ന 8 bits ഉള്ള 0 to 1 bit 8 ones ഉള്ള ആ ബൈനറി നമ്പർ, ആ നമ്പറായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ വരിക. സോ അതാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏറ്റവും മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്താൽ വീണ്ടും അത് 0ലേക്ക് വരും. അങ്ങനെ ആ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ദെൻ റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് വരാൻ, എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ 0 എന്ന് നമ്മൾ കൊടുക്കുന്നത്. സോ പോർട്ട് ബീൻ്റെ പിൻസിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ LEDs കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 0 to FFH എന്നുള്ള കൗണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പോർട്ട് ബീനെ ഒരു ഔട്ട്പുട്ട് പോർട്ടാക്കി മാറ്റണം. അതിന് നമ്മൾ DDRB അതിലേക്ക് ഏറ്റവും മാക്സിമം വാല്യൂ അസൈൻ ചെയ്യുന്നു, ഒരു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, പോർട്ട് ബിയിലുള്ള വാല്യൂവിനെ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. So this is the first program that we have to discuss. Then the second program is write an AVR-C program to get a byte of data from port B and then send it to port C. പോർട്ട് ബിന്ന് നമ്മൾ പോർട്ട് ബിത്തെ ഡാറ്റേനെ നമുക്ക് പോർട്ട് സിയിലേക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. പോർട്ട് ബി പറയുന്നത് ശരിക്കും ഒരു ഇൻപുട്ട് പോർട്ടായിട്ടാണ് നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ടത് അല്ലേ. കാരണം ഈ പോർട്ട് ബിയിലുള്ള ഡാറ്റയാണല്ലോ നമ്മൾ പോർട്ട് സിയിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. സെൻഡ് ചെയ്യുക മീൻസ് പോർട്ട് സിയിലേക്ക് ഇൻപുട്ട് ചെയ്യുകയാണ്. ദെൻ വി ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് ഫ്രം പോർട്ട് സി. സോ പോർട്ട് ബീനെ ഒരു ഇൻപുട്ടും ആക്കണം, പോർട്ട് സീനെ ഒരു ഔട്ട്പുട്ട് പോർട്ടും ആക്കണം. സോ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെഡർ ഫയൽ, AVR സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ കൊടുക്കുന്നു. ഇൻറ്റ് മെയിൻ വോയിഡ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അൺസൈൻഡ് ക്യാർ ടെമ്പ് എന്ന് പറയുന്ന ഒരു അൺസൈൻഡ് ക്യാരക്ടറിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അൺസൈൻഡ് ക്യാരക്ടർ ഒരു ടെമ്പ്, എനി ടെമ്പ്, ഏത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെമ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോർട്ട് ബിയെ നമുക്ക് ഇൻപുട്ട് പോർട്ടാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ലോ ഫുൾ സീറോസ് ആയിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനാണ് DDRB = 0x00 എന്നതിൽ എഴുതിയിരിക്കുന്നത്. ദെൻ പോർട്ട് സീനെ ഔട്ട്പുട്ട് പോർട്ടാക്കണം. അതിന് DDRC = 0xFF എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആ പരിപാടി അവിടെ കഴിഞ്ഞു. ദെൻ ഇനി നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. വൈൽ ഓഫ് 1 ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന ടെമ്പ് = പിൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ പോർട്ട് ബിയിലുള്ള പിൻസ്, അതൊരു 8-bit പോർട്ടാണ്. ആ പോർട്ടിലുള്ള പിൻസിലുള്ള ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്തിട്ട്, കാരണം പിൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിലുള്ള ഡാറ്റേനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ അല്ലേ. സോ പോർട്ട് ബിയിലുള്ള ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്തിട്ട് അത് ഈ ടെമ്പിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ടെമ്പിൾ ഇപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ള ഈ വാല്യൂവിനെ നമ്മൾ പോർട്ട് സിയിലേക്ക് മാറ്റും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പോർട്ട് സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോർട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡാറ്റേനെ നമുക്കൊരു രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ടെമ്പിൽ ഇപ്പോൾ ഉള്ള ഡാറ്റേനെ നമ്മൾ പോർട്ട് സിയിലേക്ക് അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്, പോർട്ട് സി = ടെമ്പ് എന്നുള്ള സ്റ്റെപ്പിൽ. സോ ദിസ് ഈസ് ദ പ്രോഗ്രാം. നമുക്ക് ചെയ്യേണ്ടത് പോർട്ട് ബിയിലുള്ള ഡാറ്റേനെ പോർട്ട് സിയിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ പോർട്ട് ബീനെ ആദ്യം ഒരു ഇൻപുട്ട് പോർട്ടാക്കുന്നു, പോർട്ട് സീനെ ഔട്ട്പുട്ട് പോർട്ടാക്കുന്നു, ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു അൺസൈൻഡ് ക്യാരക്ടറായിട്ടുള്ള ടെമ്പിൽ നമ്മൾ ഈ പോർട്ട് ബിന്ന് റീഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ ടെമ്പിലുള്ള വാല്യൂസിനെ നമ്മൾ പോർട്ട് സിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ വരുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോഗ്രാം. നൗ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റൈറ്റ് an AVR-C program to get a byte of data from port C. If it is less than 100, send it to port B.
അതർവൈസ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ഡി. അതായത് പോർട്ട് സിയിലുള്ള ഒരു ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്യുന്നു, എന്നിട്ടത് പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം. എപ്പോൾ മാത്രം ആ റീഡ് ചെയ്ത ഡാറ്റ 100-100-നേക്കാൾ ചെറുതാണെങ്കിൽ, ലെസ് ദാൻ 100 ആണെങ്കിൽ വി ഷുഡ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ബി, ഓർ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 100 വി ഷുഡ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ഡി. ഇതാണ് നമ്മളെ പ്രോഗ്രാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പോർട്ട് ബിയിലേക്കും പോർട്ട് ഡിയിലേക്കും നമ്മൾ പോർട്ട് സി എന്നുള്ള കണ്ടൻറ്റിനെയാണ് സെൻഡ് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെ ആകുമ്പോൾ പോർട്ട് സി എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് പോർട്ടായിട്ടാണ് നമുക്ക് വേണ്ടത്, ആണല്ലോ. അതേപോലെ പോർട്ട് ബിയും പോർട്ട് ഡിയും എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് പോർട്ടാക്കിയിട്ട് മാറ്റണം. സോ അതാണ് നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ എഗെയിൻ നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത 2 പ്രോഗ്രാംസിലുള്ള പോലെ തന്നെ ആദ്യം ഹെഡർ ഫയൽ കൊടുക്കുന്നു, ഇൻറ്റ് മെയിൻ വോയിഡ്, പിന്നെ DDRC ഈസ് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞു പോർട്ട് സി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പോർട്ട് ആക്കണം, അല്ലേ? സോ DDRC ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. DDRB ഈസ് ഈക്വൽ ടു 0 XFF, ഏറ്റവും മാക്സിമം ഫുൾ വൺസ് വരുന്ന വാല്യൂ ആണ് നമ്മൾ അതിൽ അസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോർട്ട് ബി ഒരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സിമിലർലി പോർട്ട് സിക്കും 0XFF എന്ന് കൊടുക്കുമ്പോൾ അതിലെന്ത് പറ്റും? അതൊരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ എഗെയിൻ നമ്മളൊരു ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അൺസൈൻഡ് ക്യാരക്ടർ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിടുന്നു. എന്നിട്ട് നമ്മൾ ലൂപ്പിലേക്ക് കിടക്കുകയാണ്, ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് കിടക്കുന്നു. ദാറ്റ് ഈസ് വൈൽ 1. ലൂപ്പിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെംപ് ഇസ് ഇക്വൽ ടു പിൻ സി. കാരണം പോർട്ട് സി എന്നുള്ള ഡാറ്റേനെയാണല്ലോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ പോർട്ട് സിയിലുള്ള ഡാറ്റ റീഡ് ചെയ്യണം, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ സി എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. പിൻ സി യൂസ് ചെയ്തിട്ട് പോർട്ട് സിയിലുള്ള ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്തിട്ട് അത് ഈ ടെംപ് ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ടെംപിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ചെക്ക് ചെയ്യാണ്. അതിനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇഫ് ലൂപ്പ് വെച്ചിട്ട് ഇഫ് ടെംപ് ഇസ് ലെസ് ദാൻ 100, ഈ പോർട്ട് സിന്ന് റീഡ് ചെയ്തിട്ട് ടെംപിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 100-നേക്കാൾ ലെസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 100 നമ്മളതിനെ പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യണം. അതാണ് പോർട്ട് ബി ഈസ് ഈക്വൽ ടു ടെംപ് എന്ന് കൊടുത്തിട്ടുള്ളത്. എപ്പോൾ? ലെസ് ദാൻ 100 ആണെങ്കിൽ. എൽസ് ഇനി അതല്ല 100-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പോർട്ട് ഡിയിലേക്ക് ആക്കണം. സോ അതാണ് ആ ഇഫ് ലൂപ്പിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. മെയിൻ പ്രോഗ്രാമിന് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ 0 എന്ന് കൊടുക്കുന്നു. സോ പോർട്ട് ബിയിലേക്കും പോർട്ട് ഡിയിലേക്കും നമ്മൾ പോർട്ട് സിയിലുള്ള വാല്യൂ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതും പോർട്ട് ബിയിലേക്ക് എപ്പോൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? 100-നേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ. മറ്റേത് 100-നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോർട്ട് സിനെ ഒരു ഇൻപുട്ട് പോർട്ടാക്കി മറ്റേ 2 ഒരു ഔട്ട്പുട്ട് പോർട്ടാക്കി മാറ്റി ഒരു ടെംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺസൈൻഡ് ക്യാരക്ടറിന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് പോർട്ട് സിന്ന് ഉള്ള ഡാറ്റ നമ്മൾ റീഡ് ചെയ്തിട്ട് ടെംപിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ടത് 100-നേക്കാൾ കുറവാണോ കൂടുതലാണോ ചെക്ക് ചെയ്തിട്ട് പോർട്ട് ബിയിലേക്കും പോർട്ട് ഡിയിലേക്കും അസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ ഒരു എക്സിക്യൂഷൻ. സോ ദീസ് ആർ ദ 3 programs that we have to discuss in this section. സോ 3 പ്രോഗ്രാംസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തത് DDRX, PINX, PORTX, അല്ലേ? സോ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ച അതേ ഫങ്ഷൻസ് പോലെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് ഏകദേശമൊക്കെ ക്ലിയർ ആയില്ലേ? സോ ഈ 3 പ്രോഗ്രാംസാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാമിങ്ങിൽ പറയാനുള്ളത്. താങ്ക് യു.